സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷൻ KSRTCക്ക് നൽകിയ ഇലക്ട്രിക് ബസ്സുകളുടെ സർവീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗതാഗത മന്ത്രി തിരുവനന്തപുരം മേയർ VV രാജേഷിന് മറുപടി നൽകി. ബസ്സുകളുടെ സർവീസ് നഗരത്തിന് മാത്രമായി വേണമെന്നായിരുന്നു മേയറുടെ ആവശ്യം. നഷ്ടത്തിൽ ഓടുന്നതിനാൽ ലാഭകരമാക്കാൻ വേണ്ടിയാണ് ബസ്സുകളുടെ റൂട്ടുകളിൽ പരിഷ്കാരം വരുത്തിയതെന്നാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ മറുപടി. KSRTC നൽകിയ 113 ബസ്സുകൾ കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ തിരികെ നൽകാൻ തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിനുള്ള മേയർ VV രാജേഷിന്റെ മറുപടി ഇങ്ങനെയാണ്. മന്ത്രി പറഞ്ഞു, ഒരു കത്ത് കൊടുത്താൽ 113 ബസ്സും 1 മണിക്കൂറിനുള്ളോ 24 മണിക്കൂറിനുള്ളോ തിരിച്ചു തരാൻ ഞങ്ങൾക്ക് ആ പ്ലാൻ ഇല്ല. കാരണം ഈ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിന്റെ ബാറ്ററിയാണ്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിന്റെ ബാറ്ററി മാറ്റണം. ഇപ്പൊ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ബസ് വാങ്ങുന്നതിന്റെ 70% പൈസയും ബാറ്ററിക്കാണ് ആകുന്നത്. ആ ബസ്സിന്റെ നല്ല കാലം മുഴുവൻ അത് ഏകദേശം ഓടിക്കഴിഞ്ഞു. ഇനി ആ 113 ബസ് തിരിച്ചെടുക്കാനായിട്ട് ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കണമെന്നോ ബസ് ഓടരുതെന്നോ മറ്റുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് യാത്ര ചെയ്യേണ്ടെന്നുള്ള പോയിന്റ് ഒന്നുമില്ല. അങ്ങയുടെ ഗവൺമെന്റിലെ ഗതാഗത മന്ത്രി, അങ്ങയുടെ മുന്നണിയുടെ മേയറും നേതൃത്വം നഗരസഭയുമായിട്ട് ഒപ്പിട്ട കരാർ നടപ്പിലാക്കണം എന്ന് മാത്രം. ഇല്ലെങ്കിൽ വിശ്വാസ്യത പോകില്ലേ? 2 ജനാധിപത്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഒരു 100 രൂപ പത്രത്തിലാണ് ഒപ്പിട്ടിരുന്ന കരാർ നടപ്പാക്കാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഭരണകൂടങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ന്യായമായ ആവശ്യമില്ല കോർപ്പറേഷൻ. ഇത് മേയർ ഉന്നയിക്കാതിരുന്നാൽ നാളെ കരാർ ഇവിടെ ഉണ്ടായിട്ട് മേയർ വന്നതിന് ശേഷം ഇത് ശ്രദ്ധയിൽ പോലും പെടുത്തിയില്ലല്ലോ എന്നൊരു ചോദ്യം കൌൺസിലർമാരും പൊതുസമൂഹവും ചോദിച്ചാൽ KSRTC റവന്യൂ ഷെയർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിലും ഞങ്ങൾക്ക് ഉന്നയിക്കണം, അടുത്ത നടപടിയിലേക്ക് പോകണം. എന്തായാലും ഇത് തർക്കുത്തരം പറയാനോ ഗുസ്തി മത്സരത്തിനോ ഒന്നുമല്ല ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചത്. അതിനൊന്നുമില്ല. ഇത് ജനങ്ങളുടെ ഇടയിൽ നിന്ന ആവശ്യം ന്യായമായ ആവശ്യമാണെന്ന് ഒരു ചെറിയ ചർച്ചയൊക്കെ നടത്തിയപ്പോൾ തോന്നിയത് ഉന്നയിച്ചു. അടുത്ത സ്റ്റെപ്പ് പിന്നെ നോക്കാം. മറ്റൊന്ന്, ഇപ്പൊ ഇങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ 113 ബസ് ഞങ്ങൾക്ക് തരാം, KSRTC സ്റ്റാൻഡിൽ ഇനി ഇടാൻ പറ്റില്ല എന്നൊക്കെ വാർത്തകളുണ്ട്. ഞാൻ പറഞ്ഞ വാർത്തകളുണ്ട്. ബസ്സുകൾ KSRTC സ്റ്റാൻഡിൽ തന്നെ ഞങ്ങൾ കിടക്കുള്ള ബസ്സുകൾക്ക് നിർബന്ധമൊന്നുമില്ല. കോർപ്പറേഷൻ ഇഷ്ടംപോലെ സ്ഥലം വേക്കൻറ്റ് ലാൻഡുണ്ട്. അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ 100-1000 ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ അത്തരത്തിലുള്ള ആലോചനയൊന്നുമില്ല.